ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ സ്റ്റഡി ടിപ്സും അതേപോലെ കുറച്ച് കമൻസിനുള്ള റിപ്ലൈയും കോമൺ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, നമുക്ക് ബയോളജി എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാമെന്നുള്ളത്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബയോളജി വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നതാണ്. ബയോളജിയിൽ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മളിപ്പം വിചാരിക്കും നമ്മൾ വായിച്ചു മനസ്സിലായത്, പക്ഷേ വായിച്ചു മനസ്സിലായെന്നില്ലേ, കാരണം കൂടുതൽ നമുക്ക് മനസ്സിലാവുക വായിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഒരിക്കലും വായിച്ചാൽ മാത്രം നമുക്ക് ബയോളജി നമ്മളെ മനസ്സിൽ നിൽക്കില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഏതൊക്കെ ടൈപ്പിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെ ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഫുൾ ടോപ്പിക്ക് ഹൈലൈറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ലൈൻ ബൈ ലൈൻ വായിക്കണം. എന്നിരുന്നാൽ കൂടിയും എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ പേജസും അങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഈ 2 മെത്തേഡ് മാത്രം യൂസ് ചെയ്യുക. അതായത് വായിക്കുക, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, ഇത് മാത്രം മതി. പിന്നെ അതേപോലെ നമുക്ക് എക്സാമ്പിൾ ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ മിസ്റ്റേക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4 രീതികളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ ബയോളജി എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാം. സെൽഫ് സ്റ്റഡി നടത്തുമ്പോഴുള്ള ടിപ്സ് ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഏതൊരു ചാപ്റ്റർ ആയാലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് ആണ്. അതിനുശേഷം മാത്രം ചാപ്റ്റർ വൈസ് ലേണിംഗ് പ്ലസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. രണ്ടാമത്തത് NCERT മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. NCERT നമ്മൾ ഫസ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നമുക്ക് അടയാളപ്പെടുത്തേണ്ട ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളതിൽ എപ്പോൾ എടുത്ത് നോക്കേണ്ട ഒരു ഭാഗമാണ് സമ്മറി, അതേപോലെ പോയിൻറ്റ്സ് ടു പോണ്ടർ. ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട കാര്യമാണ്. അതിലുണ്ടാകുന്ന ക്വാണ്ടിറ്റി, സിമ്പിൾസ്, യൂണിറ്റ്, ഡയമെൻഷൻ, ഇക്വേഷൻ, അതൊക്കെ നമ്മൾ എടുത്തെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററിനെ വേഗം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഏത് ചാപ്റ്റർ ആയാലും ബയോളജിക്ക് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ട്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി ചാപ്റ്റേഴ്സിന് നമ്മൾ ഷോർട്ട് നോട്ട് മസ്റ്റായി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് രാവിലെ മോർണിംഗിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഏത് ഷോർട്ട് നോട്ടാണോ ഏത് ദിവസത്തേക്ക് ഓരോ ടൈം ടേബിൾ കൊടുത്തിട്ട് ആ ദിവസം ആ ഒരു ചാപ്റ്റർ ഷോർട്ട് നോട്ടിൽ നോക്കുക. നമുക്ക് അറിയാത്ത ചാപ്റ്ററൊക്കെയാണ് ഷോർട്ട് നോട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ നമ്മൾ ആ ചാപ്റ്റർ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കും. പിന്നെ അതായത് സെൽഫ് സ്റ്റഡി നടത്തുന്നവരാണെങ്കിൽ ഇപ്പം 1 ഡേ ഇപ്പം ക്ലാസ്സസ് ഒന്നുമില്ല, അപ്പം 1 ചാപ്റ്റർ പഠിക്കാമെന്ന് വെച്ചാൽ കൂടിയും നമ്മളൊരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഒരു പകുതി കൂടുതൽ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് പഠിക്കാനൊരു മടുപ്പ് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡേ അവിടെ ഇട്ടു നമ്മൾ ഫുള്ള്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അത് പാർട്ട് ബൈ പാർട്ടാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് ടൈം ടേബിൾ ഇട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചാപ്റ്റേഴ്സ് പാർട്ട് ബൈ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ആയാലും ചാപ്റ്റർ വൈസ് ആയാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അടുത്തത് ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് നമ്മളെ മിസ്റ്റേക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പം ക്വസ്റ്റ്യൻസ് തെറ്റു തന്നെ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, തെറ്റുന്നു, നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ ചെയ്യുന്നു നോക്കിയിട്ട് നമ്മുടേതായ ഭാഷയിലോ അല്ലെങ്കിൽ സൊല്യൂഷൻ അങ്ങനെ തന്നെയോ ഏത് രീതിയിലായാലും നമുക്ക് മാറ്റി എഴുതിയിട്ട് ഇനി ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളത് ചെയ്തിരിക്കണം. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കണം. ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ രാവിലെയാണോ അതോ നൈറ്റാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എഫക്റ്റീവായ ടൈം ടേബിൾ ചാപ്റ്റേഴ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടിപ്പ് നമ്പർ 7, കീപ് കൺസിസ്റ്റൻസി. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് കാരണങ്ങൾ നമ്മൾ ആ ടൈം ടേബിൾ മടുത്തു അല്ലെങ്കിൽ എൻ്റെ വിഷമം വന്നു അങ്ങനെയൊക്കെ ഉണ്ടായാലും പക്ഷെ നമ്മൾ എഴുതിയ ടൈം ടേബിളിൽ ടാർഗറ്റ് നമ്മൾ കൊടുത്തിരിക്കും. ആ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്ത് വന്നാലും നിങ്ങൾ മോട്ടിവേറ്റ് ആക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രീം ചെയ്ത് നോക്കുക. നിങ്ങൾ നാളെ ഒരു MBBS സ്റ്റുഡൻ്റായിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ്
നിങ്ങളുടെ ചുറ്റും നിന്നവർ നാളെ നിങ്ങളെ പുകഴ്ത്തുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. ടിപ്പ് നമ്പർ 8, നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് നല്ലതാണ്. എക്സാം അറ്റൻഡ് ചെയ്താൽ പോലെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ശരിയായെന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം തെറ്റിയ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് മിസ്റ്റേക്കിലേക്ക് മാറ്റി എഴുതുക. 2 മുതൽ 5:30 വരെയുള്ള സമയത്ത് പരമാവധി എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ബാക്കിയുള്ള സമയത്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എക്സാംസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. NCERT അല്ലാതെ സൈഡ് ബുക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസാണ് NCERT ഫിംഗർ ടിപ്സ്, NCERT എക്സ്ട്രാക്റ്റ്, A to Z, അതേപോലെ DC പാൻഡയുടെ, പിന്നെ ട്രൂമാൻസ് എലിമെൻ്ററി ബയോളജി. പിന്നെയെന്ന് വെച്ചാൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മൊഡ്യൂൾ ബുക്സ് ഉണ്ടാവും. അത് നമുക്ക് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്കത് എക്സ്ട്രാ ആയിട്ട് വാങ്ങാൻ കഴിയും, അല്ലാത്തത് നമ്മൾ അവിടെ ജോയിൻ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ കിട്ടാനുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇയറിൽ പാസ് ഔട്ടായവർ, അതായത് സീറ്റ് ഉറപ്പുള്ളവർ, അവർ ബുക്ക് പകുതി പൈസക്കൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. അത് ഞാൻ ഏതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായി. അവരിങ്ങനെ ബുക്സ് എടുത്തിട്ട് അവർ സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റഡി ഗ്രൂപ്പ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞവർ അതിൽ തന്നെ ഇങ്ങനെ നമ്മളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജസൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾ ബുക്ക് വാങ്ങുന്നവർക്ക് വാങ്ങാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയലിൽ പകുതി പൈസയെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ എറർലെസ് ഉണ്ട്, PYQ ബുക്സ് ഉണ്ട്. അത് നമുക്ക് ഏത് PYQ ബുക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ PYQs എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ബയോ ഹാക്ക്, അങ്ങനെ കുറേ ടൈപ്പോളം ബുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബുക്കായാലും നമ്മൾ ഒരു മന്തിൽ പരമാവധി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബുക്സ് നമ്മൾ സെലക്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അവസാനം റിവിഷൻ സമയത്തും ആ ബുക്ക് തന്നെ യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബുക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞാൽ ഏതിൽ ബുക്ക് വിട്ടുപോയിട്ടുണ്ടോ അറിയില്ല, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് പറയാം. NCERT ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആ ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട്, എന്താണ് ആ ചാപ്റ്റർ എന്നുള്ള ആദ്യ അവബോധം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, മൈൻഡൊക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ലൈൻ ബൈ ലൈൻ NCERT വായിക്കുക. എന്നിട്ട് ഓരോ ഹെഡിങ്ങിന് താഴെയുള്ള ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ പോർഷൻസ് ഫസ്റ്റ് നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിൽ ഏതൊക്കെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അതിനുശേഷം നമ്മളത് അടയാളപ്പെടുത്തിയിട്ട് നെക്സ്റ്റ് ടൈം വായിക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം സെറ്റാവും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് സമ്മറി എടുത്ത് വായിക്കും. അപ്പോൾ സമ്മറി എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഏതൊക്കെ ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവും. ആ സമ്മറിയിൽ വരുന്ന പോയിൻറ്റ്സ് ഉൾക്കൊള്ളുന്ന ഭാഗം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബാക്ക്ലോഗ്സ് കവർ ചെയ്യാന്നുള്ളത്. നമ്മൾ പ്രോപ്പറായിട്ട് ഡെയിലിയുള്ള ക്ലാസ്സസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് നമ്മൾ ബാക്ക്ലോഗ്സുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പോർഷൻസ് നമ്മൾ ഡെയിലി ടോപ്പിക്സിൻ്റെ കൂടെ ഒരു ഹാഫ് പോർഷനായോ അല്ലെങ്കിൽ ഫുൾ പോർഷനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടിരുമ്പോൾ ബാക്ക്ലോഗ്സ് നമുക്ക് കവറാവും. അല്ലാതെ നമ്മൾ ഡെയിലി ടോപ്പിക്ക് പഠിക്കാതെ ബാക്ക്ലോഗ്സിലേക്ക് പോയാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡെയിലി നമുക്ക് ടൈം ടേബിളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ വീക്ക്ലിയിൽ നമ്മൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക. അടുത്തതായിട്ട് സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആപ്സാണ്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ഇതാണ് ആപ്പ്. ഇതിൽ നമ്മൾ
നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ NCERT ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ്. പിന്നെ പറയാനാണെങ്കിൽ NCERT എക്സാംപ്ലറിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെ പാർട്ടായിട്ട് ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇതിൽ ഷോർട്ട് നോട്ട്സ്, നമുക്ക് ഏത് ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണോ വേണ്ടത്, അതിൽ ഏത് പോർഷൻ്റെ കൺസെപ്റ്റ് നോട്ട്സ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇതിൽ ഉണ്ട്. ഇത് ഒരു കാര്യം മറക്കരുത്, ഇത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ കൺസെപ്റ്റ് ഫോമുല കാർഡ്സ് ഉണ്ട്. ഏത് ചാപ്റ്ററിൽ ഏത് പോർഷനാണോ വേണ്ടത് അതൊക്കെ ഉണ്ട്. കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, അതങ്ങനെയുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തെറ്റിയ ക്വസ്റ്റ്യൻസിനൊക്കെ മിസ്റ്റേക്ക് ബുക്ക് നമുക്ക് വിർച്വലി ഉണ്ടാക്കാം. അതൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പം പലരും ഇത് യൂസ് ആക്കും. ആയിട്ട് പറയുന്നത് സതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആപ്പാണിത്. ഇതിൽ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ട്. ബട്ട് ഇതിൽ ഞാൻ മലയാളം എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയില്ല. ഹിന്ദി, തെലുങ്കു, മറാഠി എല്ലാ ക്ലാസ്സസും ഉണ്ട്. അതിൽ നീറ്റ് 2025, 2026 ബേസ്ഡ് ഒക്കെ ഉണ്ട് ക്ലാസ്സസ്. ക്രാഷ് കോഴ്സും അതേപോലെ അവൈലബിൾ ആണ്. അപ്പോൾ സതീന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സസ് ഇതിൽ കിട്ടും. ക്ലാസ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ്സസ് വേണ്ടവർ സെർച്ച് ചെയ്യാം. ചിലവർക്കൊക്കെ അഫോർഡബിൾ ആയ രീതിയിൽ ക്ലാസ്സസ് ലഭിക്കാത്തതുകൊണ്ട് കോച്ചിങ്ങിൽ ക്ലാസ്സസ് കണ്ട് പഠിക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടാവും. എന്നിരുന്നാലും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്ലാസ്സസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഹിന്ദിയിൽ നമുക്ക് ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്സ് വല്ല അവരുടെ യൂട്യൂബ് ചാനലിലും ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ ആപ്പിലും അഫോർഡബിളായ രീതിയിൽ തന്നെയാണ് അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ അവർ എക്സാം തന്നെ നമുക്ക് വേറെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് വാങ്ങാൻ കഴിയും. അതൊക്കെ അവരുടെ ആപ്പിലുണ്ട്. അതേപോലെ ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് കയ്യിൽ മെറ്റീരിയലൊന്നുമില്ല, ഫിസിക്സ് വല്ലയുടെ ആപ്പിൽ അതും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ച്. അതേപോലെ തന്നെ മെമോ നീറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, അത് പർച്ചേസ് ചെയ്യാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ വീഡിയോ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല. ഞാനുള്ളത് ക്വാറൻറ്റൈൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ടീച്ചർ ക്ലാസ്സസ് ബയോളജിക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിലാണ് ടീച്ചർ ബയോളജി പക്ക ആക്കി തരും. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, കാരണം കുറച്ച് പേർക്ക് എന്തായാലും യൂസ് ആവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ മലയാളത്തിൽ അഫോർഡബിൾ റേറ്റിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പാണ് ഇട്ടല്ല എന്ന് പറഞ്ഞിട്ട്. മലയാളത്തിൽ നമുക്ക് ക്ലാസ്സസ് ലഭിക്കും. മലയാളത്തിലാണ് ആപ്പ്. നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. അതേപോലെ വീക്ക്ലി മൈനർ എക്സാം, മേജർ എക്സാം എന്ന് പറഞ്ഞിട്ട് 2 എക്സാമാണ് എല്ലാ വീക്കിലും ഉണ്ടാവുക. അതേപോലെ ഡൗട്ട് സപ്പോർട്ട് 100% ആണ്. ഡെയിലി DPP ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് മുകളിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്.